നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. കാവേരി എഞ്ചിൻ പദ്ധതി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയുടെ അനുഭവങ്ങൾ നൽകിയ ഒരു പദ്ധതിയായിരുന്നു. ഇപ്പോൾ കാവേരി 2.0 എന്ന പേരിൽ ഈ പദ്ധതി പുനരുജ്ജീവനത്തിൻ്റെ പാതയിലാണ്. എന്നാൽ എന്തുകൊണ്ടാണ് കാവേരിയുടെ ആദ്യ വരവ് പരാജയമായത്? സാങ്കേതികമായ ചില കാര്യങ്ങളായിരുന്നു അതിന് തിരിച്ചടിയായത് എന്നാണ് വിശദീകരണം വന്നിരുന്നത്. എന്നാൽ അതുമാത്രമല്ലെന്നാണ് വൈസ് അഡ്മിറൽ രാമൻപുരി വെളിപ്പെടുത്തുന്നത്. നയപരമായ പിഴവുകളും സൗകര്യങ്ങളുടെ അഭാവവും ഈ പരാജയത്തിന് കാരണമായെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. തദ്ദേശീയ എഞ്ചിൻ വികസനത്തിന് ആവശ്യമായ പരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയതും പദ്ധതിക്കുള്ള ഫണ്ട് പിൻവലിച്ചതും വിദേശ വിതരണക്കാരെ അമിതമായി ആശ്രയിച്ചതുമാണ് ഇന്ത്യയുടെ സ്വപ്നത്തിന് തിരിച്ചടിയായതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ദി സന്ദീപ് ഉണ്ണിത്താൻ ഷോയിലെ ആരാണ് കാവേരി ജെറ്റ് എഞ്ചിനെ ഇല്ലാതാക്കിയത് എന്ന എപ്പിസോഡിലാണ് വൈസ് അഡ്മിറൽ രാമൻപുരി കാവേരി എഞ്ചിൻ പദ്ധതിയുടെ പരാജയത്തിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത്. തേജസ് യുദ്ധവിമാനത്തിനായി കരുത്തേക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയുടെ തുടക്കം മുതൽ പരാജയത്തിലേക്ക് നീങ്ങിയത് വരെയുള്ള സംഭവങ്ങളാണ് പരിപാടിയിൽ പരിശോധിച്ചത്. 1980കളിലാണ് തേജസിനായി കാവേരി ജെറ്റ് എഞ്ചിൻ പദ്ധതി ആരംഭിക്കുന്നത്. എന്നാൽ ഉയർന്ന ഉയരങ്ങളിലെ പ്രവർത്തനക്ഷമത പരിശോധിക്കുന്നതിനുള്ള സംവിധാനങ്ങളും സ്വന്തമായി ടെസ്റ്റ് വിമാനവും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഇതോടെ ഓരോ പരീക്ഷണത്തിനും റഷ്യയെ ആശ്രയിക്കേണ്ടി വന്നു. എഞ്ചിൻ റഷ്യയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള മാസങ്ങൾ നീളുന്ന ആസൂത്രണം, കസ്റ്റംസ് നടപടികൾ, പരീക്ഷണത്തിനുള്ള സമയം ലഭിക്കുന്നതിനായിട്ടുള്ള കാത്തിരിപ്പ് തുടങ്ങിയവ പദ്ധതിയുടെ പുരോഗതിയെ തന്നെ സാരമായി ബാധിച്ചു. ചെറിയ ഡിസൈൻ മാറ്റങ്ങൾ വരുത്തിയാൽ പോലും എഞ്ചിൻ പലതവണ കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടായി. ഇതോടെ പദ്ധതിക്ക് വർഷങ്ങളാണ് നഷ്ടമായത്. ഇന്ത്യയിൽ പരീക്ഷണ സൗകര്യങ്ങൾ ഒരുക്കാൻ സഹായിക്കാമെന്ന വിദേശ കമ്പനികളുടെ വാഗ്ദാനങ്ങളും യാഥാർത്ഥ്യമായില്ല. തൽഫലമായി പദ്ധതി വിദേശ സൗകര്യങ്ങളെ ആശ്രയിച്ച് തന്നെ മുന്നോട്ട് പോയി. 2000ന്റെ മധ്യത്തോടെ കാവേരി എഞ്ചിൻ ആഫ്റ്റർ ബേണറിന്റെ ലക്ഷ്യമിട്ടത്ര ശക്തി കൈവരിക്കാനായിരുന്നില്ല. എന്നാൽ എഞ്ചിന്റെ അടിസ്ഥാന പ്രകടനത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നുവെന്നാണ് വിലയിരുത്തൽ. കൂടുതൽ സമയം ലഭിച്ചാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്നായിരുന്നു ശാസ്ത്രജ്ഞരുടെ പ്രതീക്ഷ. എന്നാൽ പദ്ധതിക്ക് പിന്നിലെ അധികാരികളുടെ ക്ഷമ നഷ്ടപ്പെട്ടു. തേജസിനായി അമേരിക്കൻ GE F-04 എഞ്ചിൻ ഉപയോഗിക്കാൻ തീരുമാനിച്ചതോടെ കാവേരി പദ്ധതിക്ക് ലഭിച്ചിരുന്ന പിന്തുണയും ഫണ്ടും പിൻവലിക്കപ്പെട്ടു. തദ്ദേശീയ ജെറ്റ് എഞ്ചിൻ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ നേടിയ പതിറ്റാണ്ടുകളുടെ പുരോഗതിയാണ് ഇതോടെ തടസ്സപ്പെട്ടതെന്നാണ് വൈസ് അഡ്മിറൽ പുരി ചൂണ്ടിക്കാട്ടുന്നത്. കാവേരി പദ്ധതിയെ പൂർണ്ണമായി ഉപേക്ഷിച്ചതാണ് ഇന്ത്യ വരുത്തിയ ഏറ്റവും വലിയ പിഴവെന്നാണ് വൈസ് അഡ്മിറൽ പുരിയുടെ വിലയിരുത്തൽ. വിദേശ എഞ്ചിൻ താൽക്കാലികമായി ഉപയോഗിക്കുമ്പോഴും കാവേരി എഞ്ചിന്റെ വികസനം തുടരാമായിരുന്നു. എന്നാൽ രണ്ട് വഴികളിലൂടെയും മുന്നേറുന്നതിന് പകരം ഇന്ത്യ തദ്ദേശീയ പദ്ധതി തന്നെ ഉപേക്ഷിച്ചു. ഇതിന്റെ ഫലമായി നിർണായക പ്രതിരോധ സാങ്കേതിക വിദ്യകൾക്കായി ഇന്ത്യ വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്ന സ്ഥിതിയുണ്ടായി. വിദേശത്ത് നിന്നുള്ള F-404 എഞ്ചിനുകളുടെ വിതരണത്തിലുണ്ടായ കാലതാമസങ്ങൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഈ ആശ്രിതത്തിന്റെ അപകടങ്ങൾ വീണ്ടും വ്യക്തമാക്കിയതായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. യുദ്ധവിമാന എഞ്ചിൻ വികസനം വ്യോമയാന മേഖലയിലെ ഏറ്റവും സങ്കീർണമായ സാങ്കേതിക വിദ്യകളിലൊന്നാണ്. ഉയർന്ന നിലവാരത്തിലുള്ള ലോഹ സാങ്കേതിക വിദ്യ, പ്രത്യേക ടർബൈൻ ബ്ലേഡുകൾ, ഡിജിറ്റൽ എഞ്ചിൻ നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവ ഇതിനാവശ്യമാണ്. സാങ്കേതിക വെല്ലുവിളികൾക്കൊപ്പം തുടർച്ചയായ ഫണ്ടിങ്ങും പരീക്ഷണ സൗകര്യങ്ങളും ഉറപ്പാക്കേണ്ടതുണ്ട്. ഇവയുടെ അഭാവവും തെറ്റായ നയപരമായ തീരുമാനങ്ങളും മികച്ച സാധ്യതയുള്ള ഒരു പദ്ധതി പോലും തകർക്കാമെന്നതാണ് കാവേരി എഞ്ചിന്റെ അനുഭവം വ്യക്തമാക്കുന്നതെന്നും പുരി ചൂണ്ടിക്കാണിക്കുന്നു. പഴയ പാഠങ്ങൾ ഉൾക്കൊണ്ട് കാവേരി 2.0 എന്ന പുതിയ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് രാജ്യത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ആധുനിക വസ്തുക്കളും ഡിജിറ്റൽ നിയന്ത്രണ സംവിധാനങ്ങളും അന്താരാഷ്ട്ര സഹകരണവും ഉൾപ്പെടുത്തിയാണ് ഇത് വികസിപ്പിക്കുന്നത്. ഭാവിയിലെ AMCA പോലുള്ള സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾക്കും അത്യാധുനിക ഡ്രോണുകൾക്കും കരുത്തേക്കുന്ന ദീർഘകാല പരിഹാരമായിട്ട് കൂടിയാണ് പുതിയ പദ്ധതിയെ കാണുന്നത്. കാവേരി 2.0 വിജയിച്ചാൽ പതിറ്റാണ്ടുകളായി ഇന്ത്യ ലക്ഷ്യമിടുന്ന സ്വയം പര്യാപ്തമായ ജെറ്റ് എഞ്ചിൻ വികസനത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പായി അത് മാറുകയും ചെയ്യും. എന്തൊക്കെ തന്നെയായാലും കാവേരി എഞ്ചിന്റെ കഥ പരാജയത്തിൻ്റെതല്ല, മറിച്ച് കൈവിട്ടു പോയ അവസരങ്ങളുടേതാണെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ വെളിപ്പെടുത്തലുകൾ. പ്രതിരോധ മേഖലയിൽ പൂർണ്ണ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ദീർഘകാല നിക്ഷേപവും ക്ഷമയും ആവശ്യമാണെന്ന സന്ദേശം കൂടി ഈ അനുഭവം നൽകുന്നു.